കൊല്ലം കോർപ്പറേഷൻ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധ സൂചകമായി മേയർക്ക് മാലിന്യം സമർപ്പിക്കാനെത്തിയ ബിജെപി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ബലപ്രയോഗവും ഉണ്ടായി. ബിജെപി നേതാവ് വി രാജേഷ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ എല്ലാ പദ്ധതികളും അഴിമതിക്കായാണ് കോർപ്പറേഷൻ നടപ്പാക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ, ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്ന ഒരു സമരപരിപാടി സംഘടിപ്പിച്ചു. 200 മീറ്റർ അപ്പുറത്ത് വെച്ചിട്ട് CPM പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയുകയാണ്. വനിതാ കൗൺസിലർ ശ്രീമതി ശൈലജയെ അവരെ കാൽ വലിച്ചിഴച്ച് സമാധാനപരമായി വന്ന പ്രകടനത്തിൽ വന്ന കൗൺസിലറെ വലിച്ചിഴച്ച് വാഹനത്തിലേക്ക് കയറ്റി. അപ്പോൾ കൊല്ലം കോർപ്പറേഷനിലെ പ്രശ്നങ്ങളൊന്നും തന്നെ അഡ്രസ് ചെയ്യാൻ പാടില്ല. അതിൽ സമരം വേണ്ട. ഞങ്ങൾ പ്രസംഗം പോലും തുടങ്ങിയില്ല. അതിനിടയ്ക്ക് പോലീസ് മർദ്ദിക്കുകയാണ്. പോലീസ് ലാത്തിയുമായിട്ട് വന്നിട്ട് ഇവിടെ ഞാൻ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കുമ്പോഴേക്കും ഇതിന് ചുറ്റും നിൽക്കുന്ന പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ്. അപ്പൊ കൊല്ലം കോർപ്പറേഷനിൽ CPM-ന് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വനിതാ കൗൺസിലർമാരെ പുരുഷ പോലീസ് മർദ്ദിച്ചിട്ടുണ്ട്. ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങളുടെ സമരം ശക്തമായിട്ട് മുന്നോട്ട് പോകും.